What surprise? Wait. Excuse me? Surprise. Hey, what are you doing? Hey, don't pull it. Wait. Okay. Oh my god. Yeah, just wait. Okay. Come on. Just trust me and walk with me, okay? Okay. Come. Slowly. Come first. Go in. Slowly. Surprise! You will remember this in a lifetime. No, I can't wait to see. Okay, now hold on. There you go. Ta-da! Wow. So beautiful. It is. I told you you'll have a great time. Come on, let's go. What? Hey baby, come on. Somebody out there. Hey, stop. Who's there? Hey, stop there. Hey, you. Baby, you just wait here. Let me check. But I've seen somebody. നമസ്കാരം. കാണാക്കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണാക്കാഴ്ചകളിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായൊരു വ്യക്തിയെയാണ്. ഇന്ത്യൻ മിലിറ്ററിയിൽ സുബൈദാർ പദവിയിൽ നിന്നും വിരമിച്ച ശ്രീ രവീന്ദ്രനാഥ് വർമ്മ. അദ്ദേഹത്തിന്റെ ഇനിയുള്ള കാലം അദ്ദേഹം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാണുന്ന കാടിനുള്ളിലാണ്. ഒരു കാര്യം പറയാതിരിക്കാനാവില്ല, ഞങ്ങളുടെ ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂ സാധ്യമായിരിക്കുന്നത്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ജീവിതം ഒരു ഫ്ളാറ്റിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഈ സാഹചര്യത്തിൽ ഈ വലിയ കാടിനുള്ളിൽ വന്ന് താമസിക്കാൻ താങ്കൾക്കുണ്ടായ പ്രേരണ എന്താണ്? അതിപ്പോ എന്താ പറയാ, അതങ്ങനെ പെട്ടെന്നുണ്ടായതൊന്നല്ല. ഞാൻ റിട്ടയർമെന്റിന് ശേഷം എവിടെ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാട്, ചെറുപ്പം മുതല് ഈ കാടിന് എനിക്കിഷ്ടമാണ്. കുഞ്ഞുനാളില് അച്ഛൻ്റെ കയ്യും പിടിച്ച് കാട്ടിലൂടെ എന്നെ ഇങ്ങനെ നടത്തും. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലെ ഏത് ഊടുവഴികളും ഇപ്പോ എനിക്ക് ഏത് ഇരുട്ടത്തും മനപ്പാടാണ്. ഈ കാണുന്ന 18 ഏക്കർ ഭൂമിയും എൻ്റെ അച്ഛന് കിട്ടിയതായിരുന്നു. സാർ ഇവിടെ തനിച്ചാണോ അതോ? എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹായിയായിട്ട് ഇവനുണ്ട്. നമസ്കാരം. എൻ്റെ പേര് ബിജു. ഞാൻ വെറുമൊരു സർവന്റ് മാത്രമല്ല, ജനറൽ ഹോസ്പിറ്റലിലെ നഴ്സാണ്. ഒരു ദിവസം സാർ തലവേദനയായിട്ട് അവിടെ വന്നു, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു, വിളിച്ചു, ഞാൻ ഇങ്ങ് വന്നു. അതെനിക്കൊരു തലവേദന. എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെ. എൻ്റെ ദൈവമേ. അപ്പോ താങ്കൾ നേഴ്സ് കൂടിയാണല്ലേ? അയ്യോ, വെറും നേഴ്സല്ല, ആ നേഴ്സ്. പുറം ലോകവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സാർ? എന്റെ അടുത്ത് എവിടെയാണോ ചോദിച്ചത്? എന്നാ പറഞ്ഞോളൂ. അത് പറയണെങ്കിലേ
എനിക്ക് വേണ്ടുന്ന പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ എന്റെ ഫാമിൽ ഞാൻ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കും. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന മറ്റു ചില സാധനങ്ങൾക്ക് വേണ്ടി മാത്രമേ മാസത്തിൽ 1-2 തവണ എന്റെ ഈ ജീപ്പുമായിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് വാങ്ങാറുള്ളൂ. അപ്പൊ സാറിന്റെ കുടുംബം? കുടുംബോ? അയ്യോ, സാറ് കല്യാണം കഴിച്ചിട്ടില്ല. ചിരിക്കണണ്ട. കല്യാണം കഴിച്ച ആരെങ്കിലും ചിരിക്കോ? അതുകൊണ്ട് മക്കളും ഇല്ല. പിന്നെ സാറിന് ഭാര്യയായിട്ടും മക്കളായിട്ടും ഞാൻ തന്നെ ഉള്ളു ഇവിടെ. അവരൊറ്റ കാരണം കൊണ്ടല്ലേ കളവന്റെ ആട്ടത്തുപ്പ് സഹിച്ച് ഇവിടെ ജീവിക്കണത്. രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് സാർ? മൃഗങ്ങളുടെ മറ്റോ ഉപദ്രവം ഉണ്ടാകാറുണ്ടോ? സത്യത്തിൽ കാട് അവരുടേതല്ലേ, ഞാനാണ് ഇവിടെ അതിഥി. ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുടനെ തന്നെ ഉണ്ടായിക്കോളും. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടെലിഫോൺ ഇതിന്റെ ഉപയോഗം? ടെലിഫോൺ ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഗ്യാസ് അത് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുവരും. ഇലക്ട്രിസിറ്റിക്ക് പകരം സോളാർ പാനലുണ്ട്. കാണാക്കാഴ്ചകളിൽ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് സാറിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അതായത് പ്രകൃതിയെ അറിയുക, പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുക. നമസ്കാരം. താങ്ക് യു സർ. നമസ്കാരം. Hey, something is wrong, right? വാട്ട് ഹാപ്പൻ? Hey, ഇയാൾ പറഞ്ഞ സത്യം തന്നെ ആയിരിക്കും. ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല. ആ, എല്ലാം എടുത്തില്ലേ? സർ, നീ ആരോട് ചോദിച്ചിട്ടാ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ അവർ വിളിച്ചു വരുത്തിയത്? സർ, ശല്യം കാരണം സർ. എന്ത് ശല്യം? ഞാൻ അവരോട് എന്ത് പറഞ്ഞു. പറഞ്ഞു? സാറിന് ഇഷ്ടമല്ല, ആ, സാറ് സമ്മതിക്കില്ല. പക്ഷെ സാറ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, ചിലപ്പോ സമ്മതിക്കുന്നു. മതി, 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 മതി. ദൈവമേ. നീ ഓ സർ. ആ ജീപ്പ് കഴിയും മാർക്കറ്റിൽ പോട്ടെ. ഓ പറഞ്ഞു കേട്ടല്ലോ? ഓക്കെ സർ. എന്ത് കേട്ടു? മാർക്കറ്റ് കഴിവില്ല. ജീപ്പാ? സാർ ഇപ്പൊ പറഞ്ഞു. എന്ത് മാർക്കറ്റ്? സാർ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്ത് മാർക്കറ്റ്? സാർ പറഞ്ഞു ജീപ്പ് കഴുകിയിടാൻ. Idiot. കാണിച്ചരടാ, കാട്ടിൽ കരിമുറുക്കനുമില്ലേ? കൈ കിട്ടി ഇതുവരെ ഓടിക്കണം. അവിടെ ഉണ്ടാന്തോ. അതെ, വണ്ടി ഓക്കെ സാർ. റെഡി സാർ. മറ. കയറി സാർ. അടച്ചു. അയ്യോ, പൊടി പോയില്ലല്ലോ. ഓക്കെ സാർ. അയ്യോ സാർ, എന്താടാ എവിടെ പോന്ന്? സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് എടുത്താ? അവിടെ തപ്പണ്ട. കൊണ്ടുപോ. ആ, പിന്നെ മറ്റത് മറക്കല്ലേ, വണ്ടിക്കുള്ള ഡീസലേ, പിന്നെ നമുക്കുള്ള ഡീസലും, പിന്നെ ടച്ചിൻസ്. ഓക്കെ സാർ. ഓ,
സ്വാതി സമരസ് കമ്മി വാ. സർ 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 ടൗണിലേക്കാണെങ്കിൽ പ്ലീസ് ഞങ്ങൾ പോവാണ് സർ.